ആലപ്പുഴ മാവേലിക്കരയിൽ വയോധികയുടെ 2.5 പവന്റെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ സഹോദരങ്ങൾ പിടിയിലായി. മാവേലിക്കര സ്വദേശികളായ സിജുമോനും രഞ്ജുമോളുമാണ് പിടിയിലായത്. നവംബറിലാണ് വയോധികയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല കവർന്നത്. നവംബർ 28-ന് ഉച്ചയോടെയാണ് കണ്ടിയൂർ പള്ളിയിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതിയമ്മയുടെ വീട്ടിലേക്ക് സിജുമോൻ എത്തുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ സിജുവിന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പ് പത്രികയുണ്ടായിരുന്നു. പത്രിക നൽകാനാണ് വന്നതെന്ന് പറഞ്ഞതോടെ സതിയമ്മ വീടിന്റെ വാതിൽ തുറന്നു. സതിയമ്മ കതക് തുറന്നതും മുളകുപൊടി പ്രയോഗം നടന്നു. പിന്നാലെ സിജുമോൻ സതിയമ്മയുടെ മാല പൊട്ടിച്ചെടുത്തു. കയ്യിൽ നിന്ന് വള ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മോഷണം നടന്നതിന് പിന്നാലെ സതിയമ്മ മാവേലിക്കര പോലീസിനെ വിവരം അറിയിച്ചു. സതിയമ്മയെ അറിയാവുന്ന വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരോ ആണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് ചില സൂചനകൾ ലഭിച്ചു. പ്രദേശവാസികളെയും സമാന കുറ്റകൃത്യങ്ങളിൽ നേരത്തെ പങ്കാളികളായവരെയും കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി. തുടർന്നാണ് സിജുമോനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പോലീസ് സിജുമോനെ സംശയിക്കുന്നതായി മനസ്സിലാക്കിയ സഹോദരി രഞ്ജുമോൾ ഒളിവിൽ പോകാൻ സഹോദരന് നിർദ്ദേശം നൽകി. പിന്നീട് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം സിജുമോൻ സോഷ്യൽ മീഡിയ വഴി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സിജുവിന്റെ ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഓച്ചിറ ആലംപീടിക ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപത്ത് നിന്ന് സിജുമോൻ പിടിയിലായി. വിശദമായ ചോദ്യം ചെയ്യലിൽ സിജുമോൻ കുറ്റം സമ്മതിച്ചു. സഹോദരിയായ രഞ്ജുമോൾക്ക് ബാങ്കിൽ പണമടയ്ക്കാനായിരുന്നു മോഷണം. രഞ്ജുമോളാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. ഒരു വീടിന്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് അതിക്രമം നേരിട്ട സതിയമ്മയും മോഷണത്തിന്റെ ആസൂത്രക രഞ്ജുമോളും താമസിച്ചിരുന്നത്. കൃത്യമായ വിവരങ്ങൾ നൽകി മുളകുപൊടിയും കൈവശമേൽപ്പിച്ചാണ് സിജുമോനെ രഞ്ജുമോൾ കവർച്ചയ്ക്ക് പറഞ്ഞയച്ചത്. പിടിയിലായ ഇരുവരെയും സതിയമ്മയുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് മലയാളം, ആലപ്പുഴ.